വെൽക്കം ടു അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി സർ പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ ഞാൻ എടുക്കുക. അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ ഈ ഒരു ഡയലോഗിലൂടെ നമുക്കിന്ന് ഇംഗ്ലീഷിൽ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. ശരിക്കും കേരളത്തിലെ സാംസ്കാരിക നഗരം, സാംസ്കാരിക ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ ഒരു കലാകാരനായ സുരേഷ് ഗോപി സാറ് തന്നെ MP ആയിട്ട് ഇലക്റ്റായി. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അതെല്ലാമാണ് ഒന്നിനും തളരാതെ അദ്ദേഹം തൃശ്ശൂരങ്ങ് എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ഈ തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുക. I am taking this തൃശ്ശൂർ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലൂടെ നമുക്ക് പുതിയ രസകരമായ ഈസിയായ ഡെയിലി യൂസിന് നമുക്ക് സാധിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് പഠിക്കാം. I am taking this തൃശ്ശൂർ. ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. നമ്മൾ ഇംഗ്ലീഷിലൊരു കാര്യം പറയുന്നതിന് മുമ്പ് ആ സെൻറ്റൻസിലെ മെയിൻ ആൾ ആരാണോ ആ വ്യക്തി ആദ്യം പറയുക. ഞാൻ തൃശ്ശൂർ എടുക്കുകയാണെന്ന് പറയുമ്പോൾ ഞാനാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. ഐൻ്റെ കൂടെ കണ്ണും അടച്ച് എന്തിടുക, ആം. അവർ രണ്ടും എപ്പോഴും ഒരേപോലെയാണ് പോവുക. I am. എടുക്കുക എന്ന വാക്ക് ടേക്ക്. ഇവിടെ ഒരു ആക്ഷനാണ്. തൃശ്ശൂർ അങ്ങ് എടുക്കുക, നടന്നുകൊണ്ടിരിക്കുന്നൊരു ആക്ഷനാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കാണിക്കുന്ന സമയത്ത് ടേക്കിൻ്റെ കൂടെ ING ചേർക്കണം. ടേക്കിംഗ്. ഇനി എന്തെടുക്കുകയാണ്? തൃശ്ശൂർ. അതും ഈ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ദിസ് തൃശ്ശൂർ. ഇത്, ഈ, അങ്ങനെ നമ്മൾ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് പറയുന്ന സമയത്ത് ദിസ് ആഡ് ചെയ്യുക. I am taking this തൃശ്ശൂർ. ഞാൻ ഈ തൃശ്ശൂർ അങ്ങ് എടുക്കുക. ഇനി നമ്മൾ പറയുകയാണ്, ഞാൻ ഇത് എടുക്കുകയാണ്. I am taking this. ഞാൻ അത് എടുക്കുകയാണ് എന്നെങ്ങനെ പറയും? അത് എന്ന് വരുമ്പോൾ ദാറ്റ്. ഞാൻ അത് എടുക്കുകയാണ്. I am taking that. ഇനി നമ്മളൊരു പ്രോഗ്രാമിന് പോയി. അപ്പോൾ നമ്മൾ സീറ്റ് ഇരിക്കാനായിട്ട് എടുത്തു. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ വേറൊരു വ്യക്തി അതിൽ കയറിയിരിക്കാൻ വരികയാണ്. അപ്പോൾ നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ. ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് പറയാം, ഞാൻ ഈ സീറ്റ് എടുക്കുകയാണ്. കാരണം നമ്മളാണ് ആദ്യം വന്നത്. I am taking this seat. ഈ സീറ്റ് ഞാൻ എടുക്കുകയാണ്. ആദ്യം നമ്മളെക്കുറിച്ച് പറയുക. I am, അതിനുശേഷം ആക്ഷൻ, എടുക്കുക, ടേക്കിംഗ്. എന്ത്? ദിസ് സീറ്റ്. ഞാൻ ഈ സീറ്റ് എടുക്കുകയാണ്. I am taking this സീറ്റ്. ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്. I am taking എന്ത്? ഒരു ക്ലാസ്. എ ക്ലാസ്. ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്. I am taking എ ക്ലാസ്. അവൾ ഒരു ക്ലാസ് എടുക്കുകയാണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അവൾ എന്ന് വരുമ്പോൾ ഷീ. ഷീൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഇസ് ചേർക്കുക. ഷീ ഇസ് ടേക്കിംഗ് എ ക്ലാസ്. ഷീ ഇസ് ടേക്കിംഗ് എ ക്ലാസ്. അനു ഒരു ക്ലാസ് എടുക്കുകയാണ്. അനു ഇസ് ടേക്കിംഗ് എ ക്ലാസ്. ആദ്യം നമ്മൾ അനുവിൻ്റെ പേര് വെച്ചു. അനു ഇസ് ടേക്കിംഗ് എ ക്ലാസ്. ഇനി അമേരിക്കയിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ
ഈ സെൻറ്റൻസ് നമ്മൾ പറയുമ്പോൾ അവർ വിചാരിക്കും നമ്മൾ ക്ലാസ് ശ്രദ്ധിക്കുകയാണ് എന്ന്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഐ ആം ടേക്കിംഗ് എ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥമാണ് വരുന്നത്. പക്ഷേ വേറെ എല്ലാ സ്ഥലങ്ങളിലും ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്, ഐ ആം ടേക്കിംഗ് എ ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുകയാണ് എന്ന അർത്ഥമാണ് വരുന്നത്. നമ്മളപ്പോൾ അഥവാ അമേരിക്കയിൽ പോവുകയോ അവിടെയുള്ള ആളുകളെ കാണുകയോ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് അഥവാ നമുക്ക് പറയണമെങ്കിൽ നമ്മളെങ്ങനെ ഉപയോഗിക്കും? ടീച്ച് എന്ന് വെച്ചാൽ പഠിപ്പിക്കുക എന്ന്. ഐ ആം ടേക്കിംഗ് എ ക്ലാസ്, ടീച്ച് വെച്ച് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വെരി ഗുഡ്. ഐ ആം ടീച്ചിങ് എ ക്ലാസ്, ഞാനൊരു ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ് എ ക്ലാസ്. അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. അവരെന്ന് പറയുമ്പോൾ ദേ. ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ അവരെന്ന് പറയുമ്പോൾ? ആ സമയത്ത് നമ്മൾ ഇസ് ആണോ ആറാണോ ചേർക്കേണ്ടത്? വെരി ഗുഡ്, ആർ. അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. ദേ ആർ. ഇനി ആക്ഷൻ. അറ്റൻഡ് ചെയ്യുകയല്ലേ ആക്ഷൻ? അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. കണ്ടിന്യൂസ് ആയി നടക്കുമ്പോൾ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? വെരി ഗുഡ്, അറ്റൻഡിങ്. ദേ ആർ അറ്റൻഡിങ് എന്ത്? എ മീറ്റിംഗ്. ദേ ആർ അറ്റൻഡിങ് എ മീറ്റിംഗ്. അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. ഇനി അവർ മാത്രമല്ല, നമ്മളും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. നമ്മളങ്ങനെ ചെറിയ ആൾക്കാരാണെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആരോ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. വീൻ്റെ കൂടെ എപ്പോഴും ആർ. വി ആർ അറ്റൻഡിങ് എ മീറ്റിംഗ്. വി ആർ അറ്റൻഡിങ് എ മീറ്റിംഗ്. നമ്മൾ പറയുകയാണ് രേഖ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. രേഖ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ, അപ്പോൾ ഇസ് വേണം ചേർക്കുവാൻ. രേഖ ഇസ് അറ്റൻഡിങ് എ മീറ്റിംഗ്. രേഖ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. ഇനി നിങ്ങളുടെ പേര് വെച്ചിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണെന്ന് ഒന്ന് പറഞ്ഞേ. കറക്റ്റായല്ലോ. അപ്പോൾ എപ്പോൾ നമുക്കിങ്ങനൊരു സന്ദർഭം വരുന്നോ അഥവാ സന്ദർഭം വന്നില്ലെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് ഈ ഡയലോഗ് അങ്ങ് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന സെറ്റ്, നമ്മൾ പറയുകയാണ് ഞാൻ ഫംഗ്ഷനിൽ നിന്ന് വരികയാണ്. ഞാൻ ഫംഗ്ഷനിൽ നിന്ന് വരികയാണ്. ഒരു സ്ഥലത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഫ്രം നമ്മൾ യൂസ് ചെയ്യണം. ഐ ആം കമ്മിങ് ഫ്രം ദ ഫങ്ഷൻ. ഏത് ഫങ്ഷനാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ സ്പെസിഫിക്കായി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ദ ഫങ്ഷൻ യൂസ് ചെയ്യുക. ഫങ്ഷനിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഫ്രം ഇടുക. ഞാൻ ഫങ്ഷനിൽ നിന്ന് വരികയാണ്. ഐ ആം കമ്മിങ് ഫ്രം ദ ഫങ്ഷൻ. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. അർജുൻ ഫങ്ഷനിൽ നിന്ന് വരികയാണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അർജുൻ ഫങ്ഷനിൽ നിന്ന് വരികയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അർജുൻ ഇസ് ആണോ അർജുൻ ആർ എന്നാണോ പറയുക? കറക്റ്റ്. അർജുൻ ഇസ് കമ്മിങ് ഫ്രം ദ ഫങ്ഷൻ. അർജുൻ ഫങ്ഷനിൽ നിന്ന് വരികയാണ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട പപ്പുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ താമരശ്ശേരി ചുരത്തിൽ നിന്ന് വരികയാണെന്ന് നമ്മൾ എങ്ങനെ പറയും? ഞാൻ താമരശ്ശേരി ചുരത്തിൽ നിന്ന് വരികയാണ്. ഐ ആം കമ്മിങ് ഫ്രം താമരശ്ശേരി ചുരം. ഒരു സ്ഥലത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഫ്രം യൂസ് ചെയ്യുക.
ഞാൻ പാലക്കാടിൽ നിന്ന് വരികയാണ്. അത് നമ്മൾ എങ്ങനെ പറയും? ഐ ആം കമ്മിങ് ഫ്രം പാലക്കാട്. ഐ ആം കമ്മിങ് ഫ്രം പാലക്കാട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ നേരെ തിരിച്ചു പറയുകയാണ്. ഞാൻ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. ഫംഗ്ഷനിലേക്ക് എന്ന് പറയുമ്പോൾ ടു യൂസ് ചെയ്യുക. ഫംഗ്ഷനിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഫ്രം യൂസ് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ ഫ്രം, പോകുന്ന സമയത്ത് ടു യൂസ് ചെയ്യുക. ഞങ്ങൾ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. We are going to the function. We are going to the function. ഞാൻ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. I am going to the function. I am going to the function. ഇനി നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ മാത്രമല്ല, അവരും ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. നമുക്ക് അവരെ അത്ര താല്പര്യമില്ല, പക്ഷേ സെൻറ്റൻസ് ആയതുകൊണ്ട് നമുക്ക് അവരെക്കുറിച്ച് പറയാം. അവരെന്ന് പറയുമ്പോൾ ദേ ആർ ഗോയിങ് ടു ദ ഫങ്ഷൻ. അവർ ഫങ്ഷനിലേക്ക് പോവുകയാണ്. ദേ ആർ ഗോയിങ് ടു ദ ഫങ്ഷൻ. ഇനി നമ്മൾ പറയുകയാണ്, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ലിസണിങ് ടു ദ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ട് വരുവാണെങ്കിൽ, വേറെ എന്തെങ്കിലും ജോലി നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയുവാൻ സാധിക്കും, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം, ഇനി ആക്ഷൻ. ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ലിസൺ. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു ING എക്സ്ട്രാ ചേർക്കുക. ലിസണിങ്. ഐ ആം ലിസണിങ് ടു ദ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. എന്താണ് നമ്മൾ ശ്രവിക്കുന്നത്? സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ആ ഡിറക്ഷൻ കാണിക്കാൻ ടു യൂസ് ചെയ്യാം. ഐ ആം ലിസണിങ് ടു ദ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ ആ പാട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് സോങ്. ഞാൻ ആ പാട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. I am listening to that song. I am listening to that song. ഇനി നമുക്കൊരു സെറ്റും കൂടി എടുക്കാം. നമ്മൾ പറയുകയാണ്, I am searching for it. എന്തോ കളഞ്ഞുപോയി. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടി എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഫോർ എന്നാണ് ഉപയോഗിക്കുക. ഐ ആം സെർച്ചിങ് ഇറ്റ് എന്ന് പറയില്ല, ഐ ആം സെർച്ചിങ് ഫോർ ഇറ്റ്. കാരണം നമ്മൾ അതിനു വേണ്ടി തിരയുകയാണ്. ഞാൻ അതിനു വേണ്ടി തിരയുകയാണ്. ഐ ആം സെർച്ചിങ് ഫോർ ഇറ്റ്. അവൻ അതിനു വേണ്ടി തിരയുകയാണ്. അവൻ അത് ശരിക്ക് വെക്കാത്ത കാരണം തിരിഞ്ഞ് സെർച്ച് ചെയ്ത് സമയം കളയുകയാണ്. അവൻ അതിനു വേണ്ടി തിരയുകയാണ്. ഹീ ഈസ് സെർച്ചിങ് ഫോർ ഇറ്റ്. അവൻ അതിനു വേണ്ടി അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം അന്വേഷിക്കുകയല്ല, കഴിഞ്ഞു പോയ കാര്യമാണ്. ആ സമയത്ത് വാസ് യൂസ് ചെയ്യുക. ഹീ വാസ് സെർച്ചിങ് ഫോർ ഇറ്റ്. അവൻ അതിനു വേണ്ടി അന്വേഷിക്കുകയായിരുന്നു. ഇനി നമ്മൾ പറയുകയാണ്, ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ്. ഇപ്പം നടക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നമ്മൾ നിൽക്കുന്ന കണ്ടിട്ട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന്. അപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ അത് ബസ് സ്റ്റോപ്പാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും നമ്മളത് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്, ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ബസ്സിന് വേണ്ടി
ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ബസ്സിന് വേണ്ടി എന്ന് വരുമ്പോൾ ഫോർ യൂസ് ചെയ്യുക. ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. നമ്മൾ നോക്കുമ്പോൾ സ്നേഹ ഓഫീസ് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്നേഹ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന്. സ്നേഹ ഇസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. ബസ്സിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഫോർ ചേർക്കുക. പിന്നെ സ്പെസിഫിക് ആയിട്ട് നമുക്കറിയാം ബസ്സിനാണെന്ന്, ഫോർ ദ ബസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാവരും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവർ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വെയിറ്റിൻ്റെ കൂടെ ING ചേർക്കാൻ എല്ലാവരും ഓർക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. ഇപ്പോൾ പോകുന്നു, ഇനിയും വരും, വന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് പറഞ്ഞ് ചെയ്തതാണ്. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് റെഗുലറായിട്ട് കണ്ട് പഠിക്കുക. ഈസി ആയിട്ട് തന്നെ, ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ ഇംഗ്ലീഷ് നമുക്ക് അങ്ങ് എടുക്കുവാൻ സാധിക്കും. അപ്പോൾ see you in the next video. Have a nice day.